ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബാലു ഹെർബൽസിന്റെ പ്രൊഡക്റ്റ് ശരിക്കും ആയുർവേദിക് ആണോ? ഇത് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരുന്നു, ഫേസ് ഡൾ ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ബാലു ഹെർബൽസിന്റെ പ്രൊഡക്റ്റ് 100% ആയുർവേദിക് ആണ്. പിന്നെ പിമ്പിൾസ് വരാനുള്ള കാര്യം, അതായത് ഓരോരോ സ്കിന്നിനും വെക്കേണ്ട ടൈമും കാര്യങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം ഒരു തൈലമാണെങ്കിലും ഒരു ഓയിലാണെങ്കിലും യൂസ് ചെയ്യേണ്ടത്. ബാലു ഹെർബൽസ് എന്നല്ല, ഏത് കുങ്കുമാതി തൈലമാണെങ്കിലും ഓയിലാണെങ്കിലും. ഇപ്പം നിങ്ങളുടെ ഓയിലി സ്കിന്നുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നൈറ്റ് ഫുള്ളും ഒരിക്കലും ഒരു ഓയിലും യൂസ് ചെയ്തരുത്. അതായത് നിങ്ങൾ നൈറ്റ് കിടക്കുന്നതിന് 2-3 മണിക്കൂർ, അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫേസിൽ തൈലം അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്തിരിക്കണം. അത് യൂസ് ചെയ്യുമ്പോൾ കുങ്കുമാതി തൈലം 2-3 ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഒരുപാട് പേര് ആ തെറ്റ് വരുത്തുന്നുണ്ട്. അതായത് ജസ്റ്റ് ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്യും, കിടന്നുറങ്ങും. അല്ലാന്നാണെങ്കിൽ 2-3 മണിക്കൂർ കഴിയുമ്പോൾ ജസ്റ്റ് നോർമൽ വാട്ടറിൽ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകിക്കളയും. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മുമ്പ് 3-4 ഡ്രോപ്സ് അത്രയും ആവശ്യമുള്ളൂ. കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും ചെവിയിലും. പിന്നെ നിങ്ങൾക്ക് ഡാർക്ക്നെസ് ഇപ്പോൾ അത് ചില ആൾക്കാർക്ക് ഉണ്ട്, കൈയിൻ്റെ കഷത്തിൽ അതുപോലെ തന്നെ നെക്കിൻ്റെ ബാക്കിലൊക്കെ കറുപ്പുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്പം എടുത്തിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് നന്നായിട്ട് 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്തിരിക്കണം. മസാജ് ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങളുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിപ്പിച്ചിട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഓയിലി സ്കിൻ അല്ല, ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ രാത്രി ഫുള്ളും അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, തൈലവും ഓയിലും യൂസ് ചെയ്താൽ സെയിം റിസൾട്ട് കിട്ടുമെന്ന്. തൈലവും ഓയിലും യൂസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം ബാലു ഹെർബൽസിൻ്റെ അവരുടെ ഗ്ലോയിങ് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഇത്രയും ക്വാണ്ടിറ്റി തന്നെ ഓയിലും എടുത്താൽ മതി. 2-3 ഡ്രോപ്സ് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, രാവിലെ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയട്ടെ. സോപ്പ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. സോപ്പ് ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യേണ്ട ഒന്നല്ല, അത് ബോഡിയിൽ യൂസ് ചെയ്യേണ്ട ഒന്നാണ്. മുഖത്ത് ഫേസ് വാഷോ അല്ലെങ്കിൽ കടലപ്പൊടി, ചെറുപയർ പൊടി, ഈ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. തലയിലാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യുക. ഒരുപാട് പേര് ഇപ്പോഴും സോപ്പ് തലയിലും മുഖത്തും ബോഡിയിലൊക്കെ ഒരു സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ തെറ്റാണ്. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ പോലും തലയിൽ ഷാമ്പു, മേത്താണ് നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യേണ്ടത്. മുഖത്താണെങ്കിൽ ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഇത് യൂസ് ചെയ്യേണ്ട സമയത്ത് ഫേസ് ഡള്ളാവുന്നുണ്ടെന്ന്. ഫേസ് ഡള്ള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവില്ല. നിങ്ങൾ രാവിലെ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലൊക്കെ, ഫ്രഷ് അലോവേര ജെല്ല് കിട്ടുകയാണെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കണതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുങ്കുമാതി തൈലം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ആദ്യം യൂസ് ചെയ്യുമ്പോൾ കുങ്കുമാതി ഓയിലാണെങ്കിൽ തൈലമാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തൈലം ഓയിലും മാറി മാറിയായിരിക്കും പറയുന്നുണ്ടാവും. നിങ്ങൾ ഏത് യൂസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എടുത്തിട്ട് നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ 2-3 പ്രാവശ്യം യൂസ് ചെയ്യാം ഒരു ദിവസം. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വൈകുന്നേരം നിങ്ങളിപ്പോൾ ഒരു 5 മണി ടൈം, വെയിലൊക്കെ പോകുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ 5 മണി ടൈമിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2-3 പ്രാവശ്യം യൂസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മുഖത്തിട്ടിട്ട് നിങ്ങൾ വെയിലത്ത് ഇറങ്ങരുത്, അത്രയേ ഉള്ളൂ. ഒരാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് ഡെയിലി ഒരു പ്രാവശ്യം യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. പിന്നെ കുങ്കുമാതി തൈലം ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പിമ്പിൾസ് വരുന്നു, അത് യൂസ് ചെയ്യുമ്പോൾ ഡള്ള് ഒത്തിരി ആവുന്നു എന്ന് പറയുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അളവ് പറയാം. ആ അളവിൽ നിങ്ങൾ മിക്സ് ചെയ്യുക. അതായത് 10 ml കുങ്കുമാതി ഓയിലോ തൈലോ എടുത്തിട്ട് അതിൽ 100 ml നാൽപ്പാമര തൈലമോ ഓയിലോ നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പോ നിങ്ങൾ ഇതുപോലെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ചില ആൾക്കാർ പറഞ്ഞു നാൽപ്പാമരാതി തൈലമാണ് എനിക്ക് സ്യൂട്ട് ആവുന്നത് സ്കിന്നിന്. അപ്പോൾ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ അതിൽ 2-3 ഡ്രോപ്സ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുരട്ടാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, അത് ഞാൻ ഒരു ടെക്നിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം.
കുങ്കുമാതി തൈലം അല്ലെങ്കിൽ ഓയില് നിങ്ങൾ ആവി പിടിക്കുന്നുണ്ടെങ്കിൽ, അതായത് പിമ്പിൾസ് ഉള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ പിമ്പിൾസ് ആണെങ്കിലും ഫേസ് നല്ല ഗ്ലോ ആവാനായിട്ട് ഡ്രൈനെസ് മാറാനായിട്ടൊക്കെ ആവി പിടിക്കാറുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ആവി പിടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആവി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അതിലിടുന്ന അലോവേര ജെല്ലോ അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇടുന്നുണ്ടാവുക. ചിലപ്പോൾ നോർമൽ വാട്ടറിലായിരിക്കും. നിങ്ങൾ ഇനി മുതൽ ആവി പിടിക്കുന്ന സമയത്ത് കുറച്ച് കുങ്കുമാതി ഓയിൽ അതിൽ ഒരു 5-6 ഡ്രോപ്സ് ഇട്ടാൽ മതി. അതിലിട്ടതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ എത്രയാണോ ആവി പിടിക്കാനായിട്ട് വെള്ളം എടുത്തിരിക്കുന്നത് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസിൽ ആവി പിടിക്കുക. ഒരു 5-10 മിനിറ്റ് ആവി പിടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുങ്കുമാതി തൈലം അല്ലെങ്കിൽ ഓയിൽ മാത്രം അതിലിടുക. അതിന് കൂടെ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ് ഫേസിൽ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാം സ്യൂട്ട് ആവണമെന്നില്ല. അത് ആയുർവേദിക് ആണെങ്കിൽ ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കി മാത്രം പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 100% എന്ത് ഓയിലാണെങ്കിലും എന്ത് തൈലം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പാണ്, നിങ്ങളുടെ സ്കിന്ന് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ. പിന്നെ ഗർഭിണികളും കുട്ടികളും മാക്സിമം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എന്ത് ആയുർവേദിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണവർ, അവരും ഡോക്ടറുടെ അനുവാദമില്ലാതെ ഒന്നും യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.